സ്കൂളുകളിലെ ലഹരി വ്യാപനം തടയാൻ ഊർജിത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് SKN40യുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ ഭയന്ന് നിരത്തിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവർ വെളിപ്പെടുത്തി. ജ്യോതിർഗമയ 8ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ ഫലപ്രദമായ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോവുകയാണെന്നും ഒക്ടോബറിൽ ലഹരിവിരുദ്ധ പരിപാടികൾ സജീവമാക്കുമെന്നും ജ്യോതിർഗമയയിൽ പങ്കെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കോഴിക്കോട്ട് ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ ജ്യോതിർഗമയയിലൂടെ പുറത്തുവന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശം പുറത്തായതോടെ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഞാനൊരു ബസ്സിലെ ഡ്രൈവറാ. എനിക്കൊക്കെ ഇപ്പോ പേടിയാ ബസ്സിലെ പണിയെടുക്കാൻ. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവും MDMA ആ. നമ്മളെ മാറ്റത്തൊരു ഉള്ളിലൊരു പേടിച്ചും കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവർമാരിപ്പോ ഇല്ല. വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ ജ്യോതിർഗമയയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവത്കരണം നടന്നു. കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. സാഹിത്യം കൊണ്ടും സംഗീതം കൊണ്ടും ഉണ്ടാകുന്ന ലഹരിയാണ് യഥാർത്ഥ ലഹരി. ഊർജ്ജസ്വലരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോഴും ഉള്ളിലൊരു ഭയങ്കര സന്തോഷം. ആ സന്തോഷമാണ് എൻ്റെ ലഹരി. ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാത്തതാണ്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ശേഷം ലഹരിവിരുദ്ധ പ്രചാരണത്തിന് ഇറങ്ങിയവരും മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും സംഗീതത്തിലൂടെയും കലയിലൂടെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നവരും ജ്യോതിർഗമയയുടെ ഭാഗമായി. ഇച്ചിരി ഡാൻസ് ഫീൽഡ് ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ചെറിയ പരിപാടികൾക്കൊക്കെ പോയി അപ്പം ചില്ലായിരിക്കാൻ വേണ്ടി പുതിയ ഓരോ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും അവിടുന്ന് ഇവിടുന്നൊക്കെ തന്ന് റോഡ് മേലെ ഇറങ്ങിയാൽ അക്രമവാസന കൂടി വീട്ടുകാർ പറയുന്ന കേക്കിൽ ഇറങ്ങിപ്പോവും. 4 വർഷത്തോളമായിട്ട് ഇവരുടെ കെയറോപ്പിൽ വന്നതിന് ശേഷം പിന്നെ വേറെ ലഹരികളൊന്നും തൊട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.